തളർന്ന് രണ്ടുപേരും വന്നിരിക്കുകയാണ്. രാവിലെ നിസാർക്കായി ഇവരും കൂടി പള്ളിയിൽ പോയിട്ട് പള്ളി കഴിഞ്ഞ് വന്ന ശേഷമാണ് ഇവർ രണ്ടുപേരും കൂടി നടക്കാനായിട്ട്. നിസാർക്ക് എപ്പോഴും പറയുവേ നിസാർക്ക് രാവിലെ നടക്കാൻ പോണ എന്നെയാണ് വിളിക്കണത് കൂടെ പോവാനായിട്ട്. പക്ഷെ ഇവര് നടക്കാൻ ഇന്നലെ വന്നതേ ഉള്ളൂ ഡ്രസ് അല്ലേ. എല്ലാരും വിചാരിക്കും നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കും. നമ്മള് ബൾക്കിംഗ് പീരീഡില് ഇനി നമ്മള് കട്ട് ചെയ്യും. അതെ, എല്ലാരും പറയുന്നുണ്ട് കേട്ടാ നമ്മുടെ സുലു വല്ലാതെ തടിച്ച് നല്ല തടിയായെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ മക്കള് എന്നെ പറയിപ്പിക്കല്ലേ ചെയ്യണത്. ശിവര് നിന്റെ കൂടെ വന്നപ്പോ ഇത്രയും മണ്ണയില്ലെന്നല്ലേ. എല്ലാരും ഒറ്റ ആയപ്പോഴാണ് ഹോസ്റ്റലിലും ബാംഗ്ലൂരിലും. ഇതിന് പറയുന്ന ബൾക്കിംഗ് എന്ന് വെച്ചാൽ ഇനി കട്ട് ചെയ്യും എന്ന് പറയുമ്പോ അത്രയും മസിലൊക്കെ ഫാറ്റൊക്കെ മാറി മസിലാവും. അതൊന്നും അറിഞ്ഞിടാത്തതുകൊണ്ടാ വ്യൂവേഴ്സ്. അതെന്തറിയോ അവരവിടെ ഇങ്ങനെ അങ്ങനെ ഒരുപാട് കഴിക്കണോ എന്നുള്ളതല്ല സുൽത്താന്റെ കേസിൽ. സുൽത്താൻ എന്താണ് പറയുക എന്താണെന്നുള്ളത്. സുൽത്താന്റെ ആഹാര രീതി ഒന്ന് പറഞ്ഞേ തടി വെക്കാനുള്ള. ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ, ഒന്നാമത് എക്സസൈസ് ഇല്ല. എപ്പോ എത്ര നാളായിട്ട്? അത് പോട്ടെ, അത് പോട്ടെ. ആഹാര രീതി പറയാം. ആഹാരം എന്താണ് മെയിൻ ആയിട്ട് കഴിക്കുന്നതെന്ന് പറയാം എളുപ്പത്തിന് വേണ്ടി. ദോശയും ഒന്നെങ്കിൽ രാവിലെ ഒന്നെങ്കിൽ ദോശ അല്ലെങ്കിൽ കോൺഫ്ലേക്സ് അല്ലെങ്കിൽ ഒന്നും തിന്നൂല. ഈ മൂന്നാല് കഴിക്കാതിരിക്കുന്നത് ശരിയല്ല. അതിലൊക്കെ അഭിപ്രായം പറയും. ഇപ്പൊ കമന്റ് വരും. കഴിക്കാതിരിക്കുന്ന നിങ്ങൾ തന്നെ പറയും. അന്നേരം ഉച്ചക്ക് എന്ത് കഴിക്കും? ഉച്ചക്ക് ഓഫീസിൽ പോയിട്ട് ഓഫീസിലെ ലഞ്ച് എന്തെങ്കിലും കാണും. അപ്പൊ ലഞ്ച് അല്ലെങ്കിൽ ചില ദിവസം ലഞ്ച് എന്നും അല്ലെങ്കിൽ ഫ്രൂട്ട് ബൗള് അതും കിട്ടും. ഓരോ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കിട്ടും. രാത്രി ഷുഗർ കെയിൻ കുടിക്കും. ഷുഗർ കെയിൻ എന്തായാലും എന്തോ ഉണ്ട് നിന്റെ ആഹാര രീതിയിൽ. എന്തോ ഉണ്ട്. രാത്രി ചപ്പാത്തി കറി ഉണ്ടാക്കുന്നതല്ലേ, ഒന്ന് വെളിയിൽ പോയി കഴിപ്പില്ലല്ലോ. ഉണ്ടാക്കി കഴിക്കുന്നതന്നെയാണ് സുൽത്താൻ. സൽമാന്റെ അത്ര മടിയില്ല. സമി, ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുക. നമ്മൾ ഇത്രയും വർഷമായിരുന്നു, എനിക്ക് 2-3 വർഷമെങ്കിലും ആയിക്കാണ് ഒരു ലൈവ് വന്നിട്ട്. നമുക്കൊരു ദിവസം ലൈവ് സുൽത്താൻ പെട്ടെന്ന് കാത്തിരുന്ന നമുക്ക് ഇന്ന് രാത്രി ഇന്നല്ല നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിക്കാം. ഇവരാഹാര രീതി അത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാനുണ്ടോ? അപ്പൊ ഇന്ന് നമുക്ക് 8 മണിക്ക് എന്ത് പറയുന്നത്? 8 മണിക്ക് ലൈവ് അല്ല, ഇന്ന് ലൈവ് പോലെ. ഇന്ന് വേറൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ റെസിപ്പി നമുക്ക് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. നോക്കട്ടെ, നീ അവിടെ ഉണ്ടാക്കുന്നതായിരിക്കും. അസൈൻമെന്റ് എന്നാലും ഒരു ഓടിച്ച് ഇന്ന് നമുക്ക് ഇന്നലെ തന്നെ നമ്മളെ നീ വന്ന വീഡിയോ ആ ദിവസം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തു. അപ്പൊ ഇന്ന് നമുക്ക് ഈ 1 മണിക്ക് മുമ്പ് പോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ എന്തെങ്കിലും കറികൾ. ഇന്നത്തെ വീഡിയോ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഒരാള് അപ്പം റിസോർട്ട് തിരിച്ചിട്ടില്ല കൊല്ലത്തുനിന്ന്. അവിടെ നിന്ന് എന്നെ വിളിക്കണം. മോൻ വന്നപ്പോ വാരിയൊക്കെ കൊടുക്കണുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നിസാർക്കാരന് വാരി കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ സ്പൂണിലല്ലേ കൊടുത്തത്. അടുത്ത ആള് ദുബായിൽ നിന്ന് വിളിക്കാണ്. മോൻ വന്നപ്പോ എന്തൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയല്ലോ. ഇങ്ങനെയാണ് വിളികൾ വരുന്നത്. പക്ഷെ അല്ലല്ല, നമ്മൾക്ക് ഇതിന്റെ അവന് സാഫ്രോൺ കൊടുത്തൊക്കെ എനിക്ക് സാഫ്രോൺ തന്ന് പ്രഗ്നന്റ് മറ്റേ ബോക്സ് ലോക്കറിലിട്ട സാഫ്രോൺ. അപ്പം നമുക്കിവിടെ മിസ്സാവണ 2 വ്യക്തികളാണ് നമ്മുടെ ഫാബിമോളും സലുക്കുട്ടനും. അല്ല, അവര് നമുക്ക് ലൈവില് വരുമ്പോ അവരുമായിട്ട് നമുക്ക് ലൈവില് വരാം. അപ്പൊ ഇന്ന് 8 മണിക്ക് ശനിയാഴ്ച എല്ലാരും ഫ്രീ ആയിരിക്കും തോന്നുന്നു. ശനിയാഴ്ച അല്ലേ? കാര്യം എന്താ അറിയോ, ഒത്തിരി വർഷങ്ങളായി നമ്മള് ലാസ്റ്റ് പോയത് എപ്പോഴായിരിക്കും നമ്മള് ഓർക്കുന്നില്ല. അത്രയും ആയിപ്പോയി. അപ്പൊ ഇന്ന് സുൽത്താൻ പോയി ഇന്ന് മുടി വിട്ടു. ഇന്ന് മുടി വിട്ടു. എത്ര മണിക്ക് ലൈവ്? 8 മണിക്ക്. വൈകിട്ട് 9 മണിക്ക്. 8 മണിക്ക് പോയി മുടി വെട്ടിട്ട് ഇന്ത്യൻ ടൈം 8 o'clock. കേട്ടാ മുടി വെട്ടിട്ടോ. അപ്പോഴത്തേക്ക് സുൽത്താൻ രസം വന്നവിടെ നിന്നാ മുടിയൊക്കെ വെട്ടിയല്ല കുട്ടപ്പനായി. പക്ഷെ അവൻ ഉറങ്ങിപ്പോയി വെട്ടിയപ്പോ. ഉറങ്ങിപ്പോയി. കഴിഞ്ഞ ആഴ്ച ഒന്ന് വെട്ടിയതാണ്. ഓക്കെ എന്നാ. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. കുക്കിംഗ് എന്ന് പറഞ്ഞ് നമ്മളെ പിള്ളേരെ വിളിച്ചപ്പോഴത്തേക്ക് ഒരുത്തം വലിഞ്ഞു. സുൽത്താൻ ചോദിച്ചത് എന്താന്നാ, ഞാനേ അവിടെ കുക്ക് ചെയ്ത് മടുത്തിട്ടാണ് വീട്ടിലോട്ട് വരണത്. പിന്നെ ഇനിയിപ്പം
അതിനും കൂടെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അവൻ ചെയ്യാറുണ്ട്, ഇവന് പറ്റൂല. അല്ല, എനിക്ക് എക്സാം ഉണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാ. ഇവർക്ക് മൂഡ് വരുമ്പോഴേ പറ്റത്തുള്ളൂ, അല്ലാതെ നമ്മളെ ഒന്ന് കുക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ചെയ്യാം. അവർക്ക് പറഞ്ഞു പോയില്ലേ, അപ്പം എനിക്കിന്ന് റെസ്റ്റ്. നീ വേറെ കാര്യം ചെയ്യും, ഞാനിത് ഉണ്ടാക്കാം, നീ അപ്പം ഉണ്ടാക്കാം. പറ്റുമോ? അപ്പം ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. ഇച്ചു തുടങ്ങാമല്ലോ അപ്പോഴും. നീ ഒരു കാര്യം ചെയ്യും, ആ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞതാ ചെറുതായിട്ട്, ആ ചോപ്പറിൽ വെച്ച് അടിച്ചാലും മതി. നമുക്കിതിൻ്റെ അകത്ത് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട് അല്ലേ? നോക്ക്, ഉള്ളി എന്തായി? ഇതാ, നമുക്കിതിലേക്ക് പെരിഞ്ചീരകം കുറച്ച്, എൻ്റെ അളവൊന്നുമില്ല, കുറച്ച് ഒരു ടീസ്പൂൺ വെച്ചോളൂ. 2-3 പട്ട, 2 ഏലക്ക, ഗ്രാമ്പു. ഈ ചൂടാവുന്ന സമയം കൊണ്ട് ഈ ചോപ്പർ കൊണ്ടുള്ള ഗുണം ഇതാണ്. കഴിഞ്ഞാ ചോപ്പർ ഉള്ളതുകൊണ്ടാണ്. ഏകദേശം 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്താണ് ഒന്നുമില്ല, പക്ഷെ നിന്റെ ഗ്രില്ലേ എല്ലാരും കണ്ടില്ലല്ലോ. എന്തോ എന്റെ സ്കൂളിലെ എന്റെ കോളേജിലെ അമ്മമാരൊക്കെ മെസ്സേജ് കണ്ടായിരുന്നു, അടിപൊളി. അവിടെ നോൺ വെജ് അല്ലല്ലോ, ഫ്രണ്ട്സിന്റെ വീട്ടില് അമ്മമാരെന്നാ പറയുന്നത്. ആ കാറ്റൂടെ ഒന്ന് ചോപ്പ് ചെയ്തതാ ചെറുതായിട്ടെ. ഇത് വരല് കാറ്റ് കണ്ടത് ഞാൻ, അത് തക്കാളി അരിഞ്ഞോളൂ, നീ അതിനുവേണ്ടി കാത്തിരിക്കണ്ട. അപ്പോൾ ഇതൊന്ന് വരണ്ട് വരട്ടെ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എങ്കിലും കുറച്ചതാവണം. പക്ഷെ ഇനിയൊരു സാധനം കൂടെ ഇടുന്നുണ്ട്. അല്ല വെയിറ്റ്, ഞാൻ ചോദിക്കട്ടെ, മനസ്സിലായോ ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ കമന്റ് എന്താണെന്ന്. ക്യാരറ്റും ഞാൻ ഒരു ക്യാരറ്റാണ്, അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം, ഒരു വെറൈറ്റി ആവാൻ വേണ്ടിയാണ്. ഇന്ന് ഇളക്കി കൊടുക്കാം. ബാക്കി ക്യാരറ്റ് ഞാൻ കഴിക്കാലോ? ഇനി വേണം, അവസാനം എനിക്ക് ഡ്രസ് ചെയ്യണം. പോട്ടെ, റിച്ചു ഇവിടെ നിൽക്കുന്നുണ്ട്. റിച്ചുവിനെ അറിയാമെന്ന് പറയാം ഇതെന്തോ ഉണ്ടാക്കാൻ പോകുന്നു. അറിയാം, അറിഞ്ഞെങ്കിൽ അറിഞ്ഞോന്ന് പറയണം. സംശയങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇതാ ഇത്ര നേരമായതുകൊണ്ടായിരിക്കും പുലാവ്. ഈ മസാല ഇടട്ടോ, റിച്ചു മസാല ഇട്ടോ. ഇതാ ഞാനിങ്ങനെ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇതാ മുളക്, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. വേണ്ട അളവ് നിങ്ങൾക്ക് കണ്ടാലറിയാമല്ലോ. 1 ടേബിൾ സ്പൂണ്, 1/2. ഇച്ചു നമുക്ക് കറികൾ ഏത് രീതിയിലും വെക്കാം. നമുക്ക് ധൃതിയാണെങ്കിൽ ഉണ്ടാക്കാം. എല്ലാവരും പറയില്ലേ സമയമില്ല. എന്ത് സമയമില്ലായ്മയാണ്? അങ്ങോട്ട് കയറണം, കാണുന്ന സാധനം. ഇപ്പം ഞാനുണ്ടല്ലേ, നിങ്ങൾ രണ്ടുപേരും കൈ ഒഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. വെച്ചു ഒരു കാര്യം വിട്ടുപോയി. നീ പറ, ഓർമ്മയുണ്ടോ? ഉപ്പ് ഇടാം, ഇഞ്ചി വെളുത്തുള്ളി. ജിഞ്ചൊക്കെ പേസ്റ്റ് പറഞ്ഞു ഇന്ന് എടുത്തോണ്ടോടെ ഫ്രിഡ്ജിൽ നിന്ന്. അതും ചിലപ്പോൾ ഓവനിൽ വെക്കണമായിരിക്കും, അത് കട്ടയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇതിപ്പം ഫ്രീസറിലൊന്നും അല്ല, ഫ്രീസറിൽ നിന്ന് നേരെ എടുത്തോണ്ട് വരുവാണ്. താമസിച്ചു പോയി, നേരത്തെയാണ് ഇടേണ്ടത്. ഏതെങ്കിലും കിടക്കട്ടെ, അലിയോ ഒരു വഴിക്ക് പോകണമല്ലേ, ഇതൊക്കെ അലിഞ്ഞോളൂ. ഒരു കാര്യം ചെയ്യൂ, ആ തക്കാളി അരിഞ്ഞെടുത്താ എല്ലാവരും ഇട്ടിട്ട് നമുക്ക് മൂടി വെക്കാം. ആ മൂടി വെക്കുമ്പോൾ അതങ്ങ് ആയിക്കോളൂ. തക്കാളി ഇടുമ്പോഴേ വെള്ളം കൂടി അത് കുഴപ്പമില്ല, അത് വേണം നമുക്ക്. അമ്മീ ഇവിടെ നിങ്ങളെ കൂടാതെ ഒരാളും കൂടി പറന്ന് നടക്കുന്നുണ്ട്. മഴ സമയമാണേ. പിന്നെ ചിലർ പറയും, അയ്യോ ഈച്ച പറന്ന് നടക്കണം. ഈച്ചയൊക്കെ നമുക്ക് ജീവിക്കാനുള്ളതാണ്. ഇപ്പം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചു എന്ന് കരുതിയിട്ട് അവരെ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഈച്ച പറന്ന് നടക്കും, അതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞില്ലേ? ഈ കുറച്ച്
പച്ചവളവ് വേണ്ട, പച്ചവളവ് നമുക്ക് അവസാനം ഇടാം. കുറച്ച് ഇതും കിടക്കും. ഇത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ടേ അപ്പോൾ കുറച്ചുകൂടെ വേവാനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ ഇരിക്കട്ടെ ഒരു 2-3 മിനിറ്റ്. ഇച്ചു ഒന്നുകൂടെ ഇളകി കൊടുക്കണേ. ഇപ്പോഴും നീക്കി പിടിക്കട്ടെ. എന്താ നീ ചോദിച്ചില്ലേ അത് ഇളകി വരുമോ? ഏതാ ഇഞ്ചി കാലക്ക് പേസ്റ്റ്, ക്യാരറ്റും ഒക്കെ ഇട്ടുകൊണ്ട് തക്കാളിയും ക്യാരറ്റ്. ഒരു കാര്യം മറന്നുപോയി, ഉപ്പ് ഇട്. ഞാൻ ഓർത്തേ, ഞാൻ മിണ്ടാതെ. ഇതാണ് കുഴപ്പം. കുക്ക് ചെയ്യാനൊക്കെ വലിയ സ്മാർട്ടായിട്ട് വന്ന് നിൽക്കുമ്പോ അറിയണമല്ലോ ചെയ്യോ ഇല്ലയോ എന്നൊക്കെ. നമ്മളൊന്നും ചെയ്യാന്ന് വിചാരിച്ചാ വിചാരിക്കുക സ്മാർട്ട് ആണല്ലോ, അതാണല്ലോ. പിന്നെ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോഴേ, നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാതെ ചെയ്യുമ്പം ഉപ്പ് കുറച്ചേ ഇടാവേ. ഇട്ട ശേഷമാണ് പിന്നെ വേണമെങ്കിൽ ഇട്ടില്ല. ഇനി നമുക്ക് എന്താണ് ചേർക്കേണ്ടതെന്ന് അറിയാം. ഇത് ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ടായി. ഇങ്ങനെ ഏകദേശം 1 കപ്പോളം തൈര് നേരത്തെ പറഞ്ഞു. എന്തോ നീ തേങ്ങ ഒഴിച്ചു കൊടുക്കണം. പുലാവിന്റെ കൂടെ എന്തെങ്കിലും റൈസ് ഉണ്ടാക്കാനാണോ? ഇപ്പോഴെങ്കിലും പിടികിട്ടിയത് എനിക്ക് ഇനി മോൻ പറഞ്ഞ അരി ഇട്ട് കൊടുത്താ പുലാവാവും. എന്റെ അന്നത്തെ സാമ്പാർ ഇത് കുറച്ച് ലൂസായിപ്പോയി. ഉപ്പ് നോക്കിയാ ഉണ്ടോന്ന് നോക്കാം. ഞാൻ പറയട്ടെ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സ്റ്റേജില് പ്രോൺസ് ഇട്ടാ എങ്ങനെ ഇരിക്കും? കുറച്ച് ഉപ്പ്. നിങ്ങളൊക്കെ പറയും ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെ ഇട്ടാൽ നന്നായിരിക്കും? പനീർ ഇട്ടാൽ അതിന്റെ ടെക്സ്ചർ മാറി, പ്രോൺസ് ഇട്ടാൽ അതിന്റെ ടേസ്റ്റ് മാറി, പിന്നെ ചിക്കൻ ഇട്ടാൽ വേറൊരു ടേസ്റ്റ് വരും, മട്ടൺ ഇട്ടാൽ വേറൊരു ടേസ്റ്റ് വരും. സാറേ ഇതൊന്ന് ടേസ്റ്റ് ഉപ്പ് നോക്കും, ഞാൻ അവസാനം പറയും. ഇപ്പം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഉണ്ട്. ഞാൻ ആൾക്കാർ പറയും എനിക്ക് എന്തുകൊണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ 5-6 സാധനങ്ങൾ ഞാൻ ഇപ്പം 3 ഇടുന്നുള്ളൂ. എന്താണെന്ന് പറയാമോ? ഇപ്പോഴും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ഇതെന്താണ് ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത്. റിച്ചുവിന് മനസ്സിലായി. ഞാൻ അവിടെ കൊണ്ട് വെച്ച സാധനം കണ്ടപ്പോൾ മനസ്സിലായി. എടുത്തതാ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇത് 5-6 ഇങ്ങനെ ഒഴിക്കുമ്പോൾ അപ്പം ആ മഞ്ഞക്കരി പൊട്ടല്ലേ ഉണ്ടാ. പക്ഷെ ഇത് 2-3 പോരടെ. ഈ ഒരു പാത്രത്തിലാണെങ്കിൽ ഒരു 6 3 പേർക്ക് പോരെ. ഇവിടെ ഉമ്മ കഴിക്കില്ല. ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി മുട്ടക്കറിയല്ല, ഇതിന് പറയുന്നതാണ് മസാല, മുട്ട മസാല. നിങ്ങൾ പറയും, നിങ്ങളൊക്കെ ഇതിന് എന്ത് പേര് പറയുന്നു അല്ലേ? ഇവര് പറയട്ടെ. പലരും പല പേര്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്റെ പേര് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ഒരു കണക്കൂട്ടിൽ പറഞ്ഞാണ് ഇത്. അപ്പൊ ഞാൻ എന്റെ കുക്കിങ്ങിലേക്ക് പോവാണേ. ഓ, ഇതിന്റെ കൂടെ കഴിക്കാനുള്ള സാധനമായില്ല. ഗ്യാസ് ഓൺ ചെയ്ത് അരച്ചു. മുട്ട കിടന്ന് പിടയ്ക്കുന്നുണ്ടാ കോഴി. ഉമ്മ ഇൻസ്റ്റന്റ്. അപ്പം ഇത് ഒരുപാട് റെസിപ്പി ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന് ഇമ്പോർട്ടന്റ് ഇല്ലേ അമ്മേ? എപ്പോഴും ഉണ്ടാക്കിയാലും എല്ലാ ആഹാരവും ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ ആ പ്രാവശ്യം കാണുന്നവരായിരിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾ മറന്നുപോയല്ലേ, 8 മണിക്ക് ഇന്ന് ശനിയാഴ്ച. ശനിയാഴ്ച 2023 21 തീയതി ശനിയാഴ്ച വൈകുന്നേരം ഇന്ത്യൻ കേരള ടൈം 8 മണിക്ക് ഞങ്ങൾ ലൈവിൽ വരണം. പല പല കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്ട് 2 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടാവും. അവരെല്ലാം നമ്മളെ കൂടെ ഉണ്ടാവുന്നതാണ്. ആര് ലൈവിൽ പോയി കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു വീഡിയോ ഇടുന്നത് പോലെ ഒരു റീച്ച് ലൈവിൽ ഉണ്ടാവില്ല. പക്ഷെ അതെന്താണ് അതിന്റെ ഗുഡ്? അല്ല, ആൾക്കാരെല്ലാരും അറിയുന്നില്ല. അറിഞ്ഞിരിക്കുവാണെങ്കിൽ എല്ലാവരും ഒരേ സമയത്ത് വരും. അതാണ് അതിന്റെ ഒരു കാര്യം എന്ന് മതി പറയുന്നത്. ഒരു വേ അത് ഉമ്മ ഒഴിക്കും. അപ്പൊ എന്നോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതല്ല, റിച്ചുവിന്റെ കുറെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണേ. ലൈവിൽ വരാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മൾ കുറെ കാലമായി, എനിക്കൊന്ന് 2 വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ട് അല്ലേ ലൈവിൽ വന്നിട്ട്. ഭയങ്കര സന്തോഷമാണ് അത്.
ഒന്ന് തുറന്നു നോക്കുമ്പോനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കണ്ട. ഇതിപ്പോ 3 ആയപ്പോൾ സമയം കൊള്ളൂല. സമയം 3 ആയതുകൊണ്ട് ഒരു 5-6 ഇട്ടാലേ വൈറ്റ് കളർ വരുത്തും. ഇവിടെ ഒരാള് ഒരു മുട്ട അപ്പൊ കറക്റ്റാണ് കേട്ടാ. വീട്ടിലൊരു 4-5 പേരുള്ളപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലത്തെ പരന്ന മോനെ അത് സൽമാനിക്ക് കൊണ്ടുവന്നപ്പോഴേ അത് ഇതായിപ്പോയി. ചൂടാണോ? ഓക്കെ. സാധാരണ ഞാൻ നോൺ സ്റ്റിക്കിലല്ല ഉണ്ടാക്കണത്. മറ്റേ എൻ്റെ ഒരു അപ്പച്ചട്ടി ഉണ്ടല്ലോ, ഇന്നിപ്പോൾ എനിക്കത് എടുക്കാനുള്ള ഒരു ഇതില്ല. ഇടയ്ക്കൊക്കെ നിന്റെ ഒരാളിവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവന് കൊല്ലാനുള്ള സമയം. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ അങ്ങനെ ആഹാരത്തിൽ വന്നിരിക്കാതെ മാത്രം നോക്കിയാൽ മതി. പിന്നെ നമുക്ക് അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം അത് വേവട്ട്. ഈ അടപ്പൊന്ന് തുറന്ന്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇങ്ങനെയുണ്ട്. കൊള്ളാം. ഞാൻ അരിഞ്ഞത് കുറച്ച് ചെറുതായി പോയി. ഇത് നീ കഴിച്ചു. കുറച്ച് മല്ലി ഇല കൂടി ഇട്ട് വേണം. നിന്റെ കളർ ഇല്ലെങ്കിൽ ഇതിൽ കളർ വന്നോളൂ. കാണാൻ നല്ല അടിപൊളിയല്ലേ? പിന്നെ എന്ത് ചെയ്യുന്നറിയാം, പച്ചമുളക് ഉണ്ടല്ലോ, അത് 2-3 ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഡിസൈൻ അത് മുറിച്ചിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയുണ്ട്. സംഭവം റെഡിയായി. ഇത്രയേ ഉള്ളൂ സംഭവം. എന്താ ഈ പാത്രത്തിലൊന്നും മാറ്റുന്നില്ലേ? കണ്ട ഓഫ് ചെയ്ത ഞാൻ ചൂടിൽ നിന്ന് വെന്തോളും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കഴിക്കാം. ഇങ്ങനെയുണ്ട് പാത്രം നോക്കുന്നത്. പാത്രം വാടിച്ചു. എങ്ങനെയുണ്ട് കറിയൻ? നീ ഒന്നും അറിഞ്ഞില്ലല്ലോ. എന്താണ് നീ പറയട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ആക്ച്വലി ഉമ്മയുടെ റെസിപ്പി എന്ന് വാപ്പ പറഞ്ഞാലും പറ്റും വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. കഴിക്കാത്ത ടേസ്റ്റ് എനിക്കറിയാം. കൈപുണ്യം വേണമെന്ന് പറഞ്ഞതാണ്. കൈപുണ്യം ഉണ്ടായില്ലേ? ഞാൻ പറയല്ലേ നോക്ക് കൈപുണ്യം വേണം. മറ്റേ പാനിപ്പൂരി ആളുടെ കൈപുണ്യം പോലെ വെറൈറ്റി ആണ് ഓരോ ആൾക്കാരുടെ. കഴിക്കോ ആഹാരം കഴിച്ചോണ്ടെങ്കിൽ പറയാനില്ല. അത് നമ്മളെ ഈ കടകളിലല്ല, സ്ട്രീറ്റില്.